കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി അമർത്തുക, വീഡിയോസൊക്കെ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിച്ചു സുധി തന്നെയാണ്. രേണു സുധിക്ക് ക്യാൻസർ ബാധിച്ച് കിടന്നിട്ട് പോലും അറിഞ്ഞിട്ടും കിച്ചു പോകാതിരുന്നതിൻ്റെ കാരണം ഇതാണ്. രേണു സുധി സബ്സ്ക്രിപ്ഷനിലൂടെ വേണ്ടാത്ത ഭാഗങ്ങൾ കാണിക്കുകയും വേണ്ടാത്ത വീഡിയോകൾ ചെയ്യുകയും ചെയ്തു. അത് തന്നെയും തൻ്റെ അനിയൻ ഋതപ്പിനെയും ബാധിക്കും. കാരണം സോഷ്യൽ മീഡിയ ആണല്ലോ, എല്ലാവരും അറിഞ്ഞു, ഫ്രണ്ട്സ് അറിഞ്ഞു, പിന്നെ അതുപോലെ എല്ലാ ജനങ്ങളും അറിഞ്ഞു. അപ്പോൾ കിച്ചുവിനോട് അത് ചോദ്യങ്ങളുണ്ടായി. അപ്പോൾ അത് കിച്ചുവിന് ഭയങ്കര വിഷമമായി. അതിപ്പോൾ ഏത് മക്കൾക്കായാലും ഉണ്ടാവും. സ്വന്തം അമ്മയായാലും അച്ഛനായാലും വേണ്ടാത്തൊരു രീതിക്ക് പോയിട്ടുണ്ടെങ്കിൽ, ഞാനും ഒരു മകനെയും മകളെയും വളർത്തുന്നതാണ്. ഞാനൊരു വേണ്ടാത്ത രീതിക്ക് പോയിട്ട് എൻ്റെ മക്കൾ എന്നെ ചോദ്യം ചെയ്യും. അപ്പോൾ അവർക്ക് നമ്മളോട് വെറുപ്പോ, അപ്പോൾ അവർ തിരിഞ്ഞു നോക്കില്ല. ഇത് തന്നെയാണ് കിച്ചുവും ചെയ്തിട്ടുള്ളത്. കിച്ചുവിന് രേണുവിനോട് സ്നേഹക്കുറവൊന്നുമില്ല. അപ്പോൾ ഇത്രയും ദിവസം കിച്ചു സുധി പറയാതിരുന്ന കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത്. തന്നെ പോലെ തന്നെയാണ് ഋതപ്പൻ വളർന്നു വരികയാണ്. നാളെ അവനും ഈ ഒരു ചോദ്യം നേരിടേണ്ടി വരും. അവനും സോഷ്യൽ മീഡിയ കാണുന്നതാണ് എന്നൊക്കെയാണ് കിച്ചു സുധി മീഡിയയോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ രേണു സുധിയോട് കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ രേണു സുധി പറഞ്ഞ മറുപടി ഇതാണ് എന്നാണ് കിച്ചു പറയുന്നത്. കാരണം എനിക്കതിൽ 1 ലക്ഷം 2 ലക്ഷത്തിൻ്റെ അധികം ക്യാഷ് കിട്ടുന്നുണ്ട് ഒരു ദിവസം, അതുകൊണ്ട് എനിക്ക് അത് നിർത്താൻ പറ്റില്ല എന്നാണ് രേണു സുധി വെളിപ്പെടുത്തി എന്നാണ് കിച്ചു പറയുന്നത്. അപ്പോൾ കിച്ചു പറയുന്നത് ന്യായമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം താൻ അമ്മയായി കണ്ട ആ ഒരു വ്യക്തി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഏതൊരു ആൺമക്കൾക്ക് പ്രത്യേകിച്ചും, കാരണം പൊതു നിരത്തിലേക്ക് ഇറങ്ങി പോകുന്നത് പ്രത്യേകിച്ചും ആൺകുട്ടികളാണ്. പെൺകുട്ടികൾക്കും പ്രശ്നം തന്നെയാണ്, അത് വേറൊരു വിഷയം. പക്ഷേ ഏറ്റവും കൂടുതൽ മാനസിക പീഡനം അനുഭവിക്കുന്നത് ആൺകുട്ടികൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, രേണു സുധി ഈ ഒരു സംഭവം ചെയ്തതുകൊണ്ടാണ് കിച്ചു സുധി രേണു സുധിയെ കാണാൻ പോകാതെ ഇരുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും ഈ ഒരു വിഷയം മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ നമ്മൾ എല്ലാവരും അച്ഛനമ്മമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തന്നോളം വളർന്നു നമ്മൾ മക്കളെ പേടിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ പേടിക്കണം. മക്കൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ വീണ്ടും ആവർത്തിക്കുമ്പോൾ അവർ ഒരിക്കൽ പോലും നമ്മൾ തിരിഞ്ഞു നോക്കില്ല. അവർക്കും സമൂഹത്തിൽ വളരണം. കാരണം നമ്മൾ ഒരു ഒറ്റ കാര്യം നമ്മൾ ആലോചിച്ച്, നമ്മുടെ അച്ഛനമ്മമാരാണ് അങ്ങനെ ഒരു മോശം പ്രവൃത്തി ചെയ്തതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവരോട് എതിർക്കില്ലേ? അവർ ചീത്ത പറയില്ലേ? അപ്പോൾ അവരെ നമ്മൾ 1 വട്ടം 2 വട്ടം നമ്മൾ അവരെ പറഞ്ഞ് വിലക്കില്ലേ? അതൊക്കെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഇതിൽ ഞാൻ കിച്ചുവിനെ കുറ്റം പറയാനില്ല. രേണു സുധി അസുഖമാണെങ്കിൽ പോലും പറയുന്ന വാക്കുകൾ സ്ഥിരതയില്ല. അപ്പോൾ ഒരു കാര്യമുണ്ട്, പക്ഷേ എല്ലാം ഈ തൊട്ടതും പിടിച്ചതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് കൊണ്ടാണ് ജനം മൊത്തം അറിയുന്നത്. പരമാവധി ഇവരുടെ കാര്യം ഒന്നും പറയാതെ ഇവർ സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്രയ്ക്കും സൈബർ ബുള്ളിങ് ഈ ഒരു കിച്ചുവിനോ രേണുവിനോ നേരിടേണ്ട ആവശ്യം വരില്ല. ഇനി വളർന്നു വരുന്ന ഋതപ്പനെയും കൂടി ഇത് ബാധിക്കും എന്നതാണ് മറ്റൊരു വിഷയം. അപ്പോൾ അതുകൊണ്ടാണ് രേണു സുധിയെ കാണാൻ പോകാത്തത് എന്നാണ് കിച്ചു മീഡിയയോട് പങ്കുവച്ചത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകിച്ച് മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.